നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാർത്ഥികളെ പഴിച്ച് വിദ്യാഭ്യാസ മന്ത്രി. ഇഷ്ടവിഷയം തന്നെ പഠിക്കണമെന്ന കുട്ടികളുടെ പിടിവാശിയാണ് പ്രശ്നമെന്ന് വി ശിവൻകുട്ടി. ഹയർ സെക്കൻഡറി സംവിധാനം കൊണ്ടുവന്നവർ വരുത്തിയ വീഴ്ചയെന്നും തനിക്ക് ഉത്തരവാദിത്വമില്ലെന്നും മന്ത്രി. ഭാരതാംബ വിവാദത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇറങ്ങിപ്പോക്കിലെ അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും കത്തയക്കാൻ ഗവർണർ ആർ ലേക്കർ. ഇറങ്ങിപ്പോയത് ഭരണഘടന സംരക്ഷിക്കാനെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കോഴിക്കോട് മന്ത്രിയെ കരിങ്കൊടി കാണിച്ച് ABVP. കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJP പ്രതിഷേധം. +1 പ്രതിസന്ധിയിൽ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ KSUവിന്റെ കരിങ്കൊടി. എയർ ഇന്ത്യക്കെതിരെ DGCA 3 ഉദ്യോഗസ്ഥരെ പുറത്താക്കാൻ നിർദ്ദേശം. നടപടി ലൈസൻസ്, ജീവനക്കാരുടെ വിശ്രമം തുടങ്ങിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയതിന്. ഇറാനിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളുമായുള്ള 4ാം വിമാനം ഡൽഹിയിൽ. 300ഓളം വിദ്യാർത്ഥികളിൽ ഒരു മലയാളിയും. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ പുതിയ തലവൻ ആമീൻ പൗർ ജോദത്കിയെ വധിച്ചെന്ന് ഇസ്രയേൽ സേന. ടെഹ്റാനിൽ ആയുധ ഫാക്ടറി അടക്കം 10ലേറെ കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇസ്രയേൽ സേന. കനത്ത തിരിച്ചടിയിൽ ഇസ്രയേൽ നഗരങ്ങളിൽ വൻ നാശം. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക്. ജയ്സ്വാളിനും ഗില്ലിനും പിന്നാലെ ഋഷഭ് പന്തിനും സെഞ്ചുറി. വിശദമായി നോക്കാം. +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാർത്ഥികളെ പഴിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ഇഷ്ടവിഷയം തന്നെ പഠിക്കണമെന്ന പിടിവാശി ചിലർക്കുള്ളതാണ് സീറ്റ് പ്രതിസന്ധിക്ക് കാരണമെന്നും ഒരു ക്ലാസ്സിൽ 60-65 കുട്ടികൾ പഠിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. അതേസമയം സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ കരിങ്കൊടി വീശി. നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടി മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധി നേരിടുന്നുണ്ടെന്ന് തുറന്നു പറയുന്നത്. ഈ പ്രതിസന്ധിക്ക് കാരണം സീറ്റ് ലഭിച്ചിട്ടും ഇഷ്ടവിഷയം തന്നെ പഠിക്കണമെന്ന പിടിവാശിയാണെന്നും മന്ത്രി പറഞ്ഞുവെക്കുന്നു. ഒരു ക്ലാസ്സിൽ 60 മുതൽ 65 വരെ കുട്ടികൾ പഠിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഹയർ സെക്കൻഡറി സംവിധാനം നിലവിൽ വന്നപ്പോൾ ചിലർ ചെയ്തതിന്റെ ഫലമാണ് അതിന്റെ കാരണം. അതിനുത്തരവാദി താനല്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഒരു സ്ഥലത്തും വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്കിന്റെ പ്രകാരം മിച്ചം സീറ്റും കൂടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുമ്പോൾ വീണ്ടും മിച്ചം വരും. പിന്നെ ഇത് വേറൊരു പ്രശ്നമുണ്ട്. അതാണ് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയപ്പെടുന്നത്. മാത്തമെറ്റിക്സ് ആണ് എനിക്ക് ആഗ്രഹം, അത് കിട്ടില്ല, ഞാൻ ചേരില്ല. അതാണ് ഒരു പ്രശ്നം. ഇപ്പം നമുക്ക് ഈ അടുത്ത വർഷം ഞാൻ ഒരു കാര്യം ഇപ്പോഴേ ആലോചിക്കുന്നത്, ഈ വർഷം കഴിഞ്ഞ വർഷത്തെയും അഡ്മിഷൻ്റെ ഒരു പഠനം നടത്തിയ ശേഷം എത്ര സീറ്റ് മിച്ചം വന്നിട്ടുണ്ട്, ഏതെല്ലാം സബ്ജക്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ആ വർഷങ്ങളിൽ ഡിമാൻഡും കൂടെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റീഷഫിൾ ചെയ്യാൻ വേണ്ടി പോവുക. അലോട്ട്മെന്റുകൾ പൂർത്തിയായാൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. ഇത്തവണ പരാതികളില്ലാതെ +1 പ്രവേശനം നടത്താൻ സാധിച്ചു. +1 പ്രവേശനത്തിന് ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും റീഅലോട്ട്മെന്റിൽ അപേക്ഷ നൽകാൻ സാഹചര്യമുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മന്ത്രി ശിവൻകുട്ടിക്ക് നേരെ കരിങ്കൊടി വീശി. അമൃത ന്യൂസ്, കോഴിക്കോട്. ഭാരതാംബ വിവാദത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ രാജ്ഭവനും സർക്കാരും. ഭാരതാംബയും നിലവിളക്കും തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. വിഷയം സർക്കാർ രാഷ്ട്രീയവൽക്കരിച്ചെന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നത് സർക്കാരാണെന്നും ഗവർണർ ആരോപിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇറങ്ങിപ്പോക്കിൽ രാജ്ഭവന് കടുത്ത അതൃപ്തിയുണ്ട്. മന്ത്രിയുടെ പ്രോട്ടോകോൾ ലംഘനം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും കത്ത് നൽകാൻ രാജ്ഭവൻ നീക്കം നടത്തുന്നു. അതിനിടെ ഔദ്യോഗിക ചടങ്ങുകളിൽ ചിത്രം വയ്ക്കുന്നത് തടയാനുള്ള നിയമസാധുത തേടുകയാണ് സർക്കാർ. ഭാരതാംബ വിവാദത്തിനിടയിൽ കാവിക്കൊടിക്ക് പകരം ദേശീയപതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രവുമായി BJP. RSS ഉപയോഗിക്കുന്ന കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ചർച്ചയായിരിക്കെയാണ് സംസ്ഥാന BJPയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടെ കാവിക്കൊടിക്ക് പകരം ദേശീയപതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രം പോസ്റ്റ് ചെയ്തത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്ന ചടങ്ങിന്റെ നോട്ടീസിലും ചിത്രത്തിൽ മാറ്റമുണ്ട്.
ഭാരതാംബ വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ യുവമോർച്ച കരിങ്കൊടി കാണിച്ചതിൽ സംഘർഷം. കോഴിക്കോട് തളി സ്കൂളിന് മുന്നിൽ കരിങ്കൊടി കാണിച്ച യുവമോർച്ച പ്രവർത്തകരെ SFIക്കാർ തടയാനെത്തിയതാണ് സംഘർഷത്തിന് കാരണം. പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവമോർച്ച പ്രവർത്തകനെ SFIക്കാർ മർദ്ദിച്ചതായി പരാതി ഉയർന്നു. കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകനെ മർദ്ദിച്ച SFI പ്രവർത്തകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് BJPയും പ്രതിഷേധവുമായി എത്തി. തളി സ്കൂളിന് പുറത്ത് വി ശിവൻകുട്ടിയുടെ കോലം BJP പ്രവർത്തകർ കത്തിച്ചു. സംഭവത്തിൽ 7 യുവമോർച്ച പ്രവർത്തകരെയും 7 SFI പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഭാരതാംബ വിവാദത്തിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ നിന്ന് ഇറങ്ങി വന്നത് ഭരണഘടന സംരക്ഷിക്കാനാണെന്നും വിദ്യാർത്ഥികളോടുള്ള സമീപനത്തിൽ മതേതരത്വം പ്രധാനമാണെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് മതചിഹ്നങ്ങൾ പാടില്ലാത്ത ഓർഗനൈസേഷൻ, ഇഷ്ടപ്പെട്ട ചിഹ്നങ്ങൾ വെക്കാനുള്ള സ്ഥലമല്ല ഔദ്യോഗിക വസതികളെന്നും മഹാത്മാഗാന്ധിയുടെ പടമാണെങ്കിൽ മനസ്സിലാക്കാം, ഒരു വനിതയുടെ പടവും RSSന്റെ കൊടിയും വെച്ചാൽ എങ്ങനെ അംഗീകരിക്കാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു. ശേഷം അദ്ദേഹം പ്രസംഗിച്ചത് ഭാരതാംബയെ നിങ്ങൾ പൂജിക്കണം, ബഹുമാനിക്കണം, തൊഴണം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചെന്നാണ് പത്രത്തിലൂടെ വായിച്ചത്. അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെന്റ് NCERT പാഠപുസ്തകങ്ങളിലെ ചരിത്രങ്ങൾ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാരണം ചരിത്രം പഠിക്കാൻ പാടില്ല കുട്ടികൾ. മഹാത്മാഗാന്ധിയെ കുട്ടികളെ പഠിക്കാൻ പാടില്ല, ഗുജറാത്ത് കലാപം പഠിക്കാൻ പാടില്ല, മുഗൾ രാജവംശക്കാരുടെ കാര്യങ്ങൾ പഠിക്കാൻ പാടില്ല. അതേപോലെ പിന്നെ ഈ ചരിത്രമൊന്നും കുട്ടികളെ പഠിക്കാൻ വേണ്ടി പാടില്ല. ഈ ഒരു വനിതയെ കൊണ്ടുവച്ചിട്ട് ഇത് ഭാരതാംബ എന്നെല്ലാം പറഞ്ഞ് ഗവർണറാണല്ലോ പറയുന്നത്. വന്നിരിക്കുന്ന കുട്ടികളെല്ലാം രാജ്യ പുരസ്കാരം അവാർഡ് വെച്ച നല്ല മിടുക്കന്മാരായ കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ എന്താ ധരിക്കും? ഇത് ഭാരതാംബ വെച്ചാൽ ഭാരതത്തിന്റെ അമ്മ എന്നല്ലേ കുട്ടികൾ ധരിക്കുകയുള്ളൂ. ഗവർണറുടെ ചുമതലകൾ 10ാം ക്ലാസിന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് സ്വാഗതം ചെയ്യുന്നതായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. രാജ്ഭവനിൽ എന്ത് വേണമെന്ന് ഗവർണറും, ക്ലിഫ് ഹൌസിൽ എന്ത് വേണമെന്ന് മുഖ്യമന്ത്രിയും, നിയമസഭയിൽ എന്ത് വേണമെന്ന് ജനങ്ങളും തീരുമാനിക്കട്ടെ എന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. ഭാരതാംബ എല്ലാവരുടെയും അമ്മയാണ്. ഭാരതാംബയെപ്പറ്റി സംശയമുള്ളവർ യുദ്ധഭൂമിയിലെ ജവാന്മാരോട് ചോദിക്കണം, അവർ പറഞ്ഞു തരുമെന്നും ഈ വിഷയത്തിൽ രാഷ്ട്രീയക്കാരല്ല ജവാന്മാരാണ് മറുപടി പറയേണ്ടതെന്നും ജോർജ് കുര്യൻ തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ഭാരതാംബയെ പറ്റി പാഠ്യവിഷയത്തിൽ ഏർപ്പെടുത്തുന്നത് വളരെ സ്വാഗതാർഹമാണ്. ഭാരതാംബയെ പറ്റി 10ാം ക്ലാസ്സിലെ പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ്. അത് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. സിവിക്സ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്, നേരത്തെ തൊട്ടുള്ളതാണ്. അത് നേരത്തെ എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭരണഘടനയുടെ ഭാഗം പഠിപ്പിക്കുന്ന എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തേണ്ടതാണ്. ഗവർണർ മാത്രമല്ല, മുഖ്യമന്ത്രി, മന്ത്രിമാര്, രാജ്യം, രാഷ്ട്രം, സംസ്കാരം, ഇതെല്ലാം നമ്മുടെ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഭാരതാംബയെ പറ്റിയും പഠിച്ചിട്ടുള്ള ഒന്നാണ്. അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഏറ്റവും ആവേശം നൽകിയ ഒരു മുദ്രാവാക്യമാണ്. തമിഴ്നാട് വാൽപ്പാറയിൽ പുലി പിടിച്ച 6 വയസ്സുകാരി റോഷ്നിയുടെ മൃതദേഹം സംസ്കരിച്ചു. വാൽപ്പാറയിലെ പൊതുശ്മശാനത്തിലാണ് സംസ്കരിച്ചത്. വനം വകുപ്പും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ സംയുക്തമായ തെരച്ചിലാണ് പച്ചമല എസ്റ്റേറ്റിൽ നിന്നും പുലി പാതി ഭക്ഷിച്ച നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത്. ഇന്നലെ വൈകിട്ട് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെയാണ് കുട്ടിയെ പുലി പിടിച്ചത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി റോഷ്നിയുടെ മൃതദേഹം പുലി പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടി താമസിച്ചിരുന്ന പച്ചമല എസ്റ്റേറ്റിലെ ലയത്തിന് മുകൾ ഭാഗത്തു നിന്നുമാണ് മൃതദേഹം കണ്ടെത്തുന്നത്. പച്ചമല എസ്റ്റേറ്റിലെ തൊഴിലാളികളായ ജാർഖണ്ഡ് സ്വദേശി മനോജ് കുന്ദയുടെയും മോണിക്ക ദേവിയുടെയും മകളാണ് റോഷ്നി. ഇന്നലെ വൈകിട്ട് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ സമീപത്തെ തേയിലത്തോട്ടത്തിൽ നിന്നും ചാടിയെത്തിയ പുലി അമ്മയുടെ കൺമുന്നിൽ നിന്നും കടിച്ചെടുത്ത തോട്ടത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. നാട്ടുകാർ പുലിയെ കണ്ടതോടുകൂടി പ്രദേശമാകെ അരിച്ചുപെറുക്കിയെങ്കിലും യാതൊരു തുമ്പും കിട്ടിയിരുന്നില്ല. പിന്നാലെ വിവിധ സേനാംഗങ്ങൾ ചേർന്ന് ഒന്നിച്ചു നടത്തിയ തിരച്ചിലിൽ കുട്ടിയുടെ ഉടുപ്പ് തേയിലത്തോട്ടത്തിൽ നിന്നും കണ്ടെടുത്തു. വന്യമൃഗങ്ങളുടെ നിരന്തര ശല്യമുണ്ടാകുന്ന മേഖലയിൽ കാലാവസ്ഥ കൂടി പ്രതികൂലമായതോടെ രാത്രി വൈകി തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇന്ന് പുലർച്ചെ വീണ്ടും ആരംഭിച്ച തിരച്ചിൽ 7 മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് ഡോഗ് സ്ക്വാഡ് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത്. വന്യമൃഗശല്യം അതിരൂക്ഷമായ മേഖലയിൽ മറ്റൊരു ജീവൻ കൂടി നഷ്ടപ്പെട്ടതോടെ വലിയ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. കുട്ടിയുടെ മൃതദേഹം വാൽപ്പാറയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. അമൃത ന്യൂസ്, തൃശൂർ.
ഇടുക്കി അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച 17 വയസ്സുകാരൻ ഷാനിറ്റ് ഷൈജുവിന്റെ സംസ്കാരം വൈകുന്നു. ഏജൻസിയുടെ ചതിയിൽപ്പെട്ട മാതാവ് ജിനുവിന് ഇതുവരെ വിദേശത്ത് നിന്ന് മടങ്ങാനായിട്ടില്ല. ജിനുവിനെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇടുക്കി അണക്കരയ്ക്ക് സമീപം ചെല്ലാർകോവിലിൽ തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പുമായി കൂട്ടിയിടിച്ചാണ് ഷാനറ്റ് ഷൈജുവും സുഹൃത്ത് അലനും മരിച്ചത്. ഇതിൽ ഷാനറ്റ് ഷൈജുവിന്റെ സംസ്കാരമാണ് വിദേശത്തുള്ള മാതാവ് എത്താത്തതിനെ തുടർന്ന് അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. കുവൈറ്റിൽ ഹോം നഴ്സായി ജോലിക്ക് പോയ ഷാനറ്റിന്റെ മാതാവ് ജിനു ഏജൻസിയുടെ തട്ടിപ്പിനെ തുടർന്നാണ് വിദേശത്ത് കുടുങ്ങിയത്. അതിലുപരി അവളെ ഈ കൊച്ചിനെ ഒന്ന് കാണിച്ചിട്ട് അടക്കാമെന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിനകത്ത് ഒത്തിരി പേര് പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇവളുടെ കൂട്ടത്തിൽ തന്നെ മലയാളികളായ 35 പേര് ഇവളുടെ കൂട്ടത്തിൽ തന്നെ മലയാളികളായിട്ട് ഇവള് ചെന്ന ജയിലിൽ തന്നെ കിടപ്പുണ്ട്. അവരെല്ലാവരും ഈ ഏജൻസിക്കാരിങ്ങനെ പെടുത്തുന്നതുകൊണ്ടാണ്. ജിനുവിനെ തിരിച്ചെത്തിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ളവർ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും നാട്ടിലേക്ക് എന്ന് വരാനാകും എന്നതിൽ വ്യക്തതയുണ്ടായിട്ടില്ല. കഴിഞ്ഞ 1.5 മാസമായി ജയിലിൽ കഴിഞ്ഞിരുന്ന ജിനു നിലവിൽ ട്രാവൽ ജയിലിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇസ്രായേൽ ഇറാൻ യുദ്ധവും ട്രാവൽ ജയിലിൽ കോവിഡ് സ്ഥിരീകരിച്ചതും ജിനുവിന്റെ മടങ്ങിവരവിനെ പ്രതികൂലമായി ബാധിച്ചുവെന്നാണ് കുവൈറ്റിലുള്ള മലയാളി അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. മകന്റെ മൃതദേഹം ജിനുവിനെ ഒരു നോക്ക് കാണിച്ച ശേഷം മാത്രമേ സംസ്കരിക്കൂ എന്നാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി ഷാനറ്റിന്റെ മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ജിനുവിനെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഈ കുടുംബത്തിന്റെ അപേക്ഷ. അമൃത ന്യൂസ്, ഇടുക്കി. അധ്യാപകരുടെ അനാസ്ഥ മൂലം ചികിത്സ വൈകിയ 7ാം ക്ലാസ്സുകാരന് സഹായവുമായി ജില്ലാ ശിശുക്ഷേമ സമിതി. കൊല്ലം തഴുത്തല സ്വദേശി ആരോമലിനെയാണ് ജില്ലാ ശിശുക്ഷേമ സമിതി ഇടപെട്ട് വിദഗ്ധ ചികിത്സ നൽകാനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് സംഭവം നടന്നത്. മുഖത്തല UP സ്കൂളിൽ നിന്നും ആരോമൽ ഉൾപ്പെടെ വിദ്യാർത്ഥികളുമായി കന്യാകുമാരിയിലേക്ക് വിനോദയാത്ര പോകും വഴിയായിരുന്നു അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബസിന്റെ സമീപത്ത് കൂടി പോയ ലോറിയിൽ തട്ടിയാണ് ആരോമലിന്റെ കൈക്ക് പരിക്കുപറ്റിയത്. കൈമുട്ടിലെ എല്ല് പൊട്ടി. കന്യാകുമാരിയിലെ വട്ടക്കോട്ട എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അപകടം. തുടർന്ന് അധ്യാപകർ കുട്ടിയെ അവിടെയുള്ള ആശുപത്രിയിലെത്തിച്ചു. ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും യാത്ര മാറ്റിവെക്കാൻ തയ്യാറാകാതെ കുട്ടിക്ക് പ്രാഥമിക ചികിത്സ മാത്രം നൽകി അധ്യാപകർ യാത്ര തുടർന്നു എന്നാണ് കുടുംബം പറയുന്നത്. തുടർന്ന് കൊല്ലത്തെത്തിയപ്പോൾ മാത്രമാണ് കുട്ടിക്ക് ആവശ്യമായ വൈദ്യസഹായം നൽകിയതെന്ന് അമ്മ ജലജ പറയുന്നു. ടൂർ കണ്ടിന്യൂ ചെയ്ത് ഈ കൊച്ചിനെ വണ്ടിയിലിരുത്തി ഒരു ടീച്ചറിൻ്റെ കൂടെ വണ്ടിയിൽ ഇരുത്തിക്കൊണ്ടാണ് ഇവർ മറ്റു കുട്ടികളെയും കൊണ്ട് ഇവരെ ടൂർ പോയി മുഖം കാണിക്കാനൊക്കെ പോയി. അപ്പോൾ ഇയാൾ വണ്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഒരു 10:30 മണി 10:45 ഞാനിവിടുന്ന് അങ്ങോട്ട് വിളിച്ചു. ടീച്ചർ അങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്ക് അവർ മൊബൈൽ എടുക്കുന്നില്ല. 4-5 വട്ടം വിളിച്ചു നോക്കി. ഇവിടെ എത്തിയെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല. കൈമുട്ട് പൊട്ടിയ ഭാഗത്ത് ഇപ്പോൾ കമ്പി ഇട്ടിട്ടുണ്ടെങ്കിലും വൈകി നൽകിയ ചികിത്സ മൂലം ഫലപ്രദമായില്ല. വേദന മൂലം ആരോമലിന് ഇപ്പോൾ സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. നല്ല വേദനയും നിർധന കുടുംബത്തിൽപ്പെട്ട ആരോമലിന്റെ അവസ്ഥയറിഞ്ഞ ജില്ലാ ശിശുക്ഷേമ സമിതി വിഷയത്തിൽ ഇടപെട്ടു. കുട്ടിക്ക് ആവശ്യമായ അടിയന്തര സഹായം നൽകാനും സ്കൂൾ അധികൃതരുടെ ഗുരുതര വീഴ്ചയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുമാണ് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ തീരുമാനം. അപകടം നടന്നിട്ട് 36 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടിക്ക് സർജറി നടത്തുവാൻ പറ്റിയത്. ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ട് ആ മെഡിക്കൽ ബോർഡ് പരിശോധിച്ചു. മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് കൃത്യമായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും ശിശുക്ഷേമ സമിതിയും കൃത്യമായി ആ തീരുമാനങ്ങളുമെല്ലാം മറ്റ് അധികാരികളെല്ലാം അറിയിച്ചതാണ്. അമൃത ന്യൂസ്, കൊല്ലം. എയർ ഇന്ത്യക്കെതിരെ DGCA 3 ഉദ്യോഗസ്ഥരെ പുറത്താക്കാൻ നിർദ്ദേശം നൽകി. ലൈസൻസ്, ജീവനക്കാരുടെ വിശ്രമം തുടങ്ങിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി. വിമാന ജീവനക്കാരുടെ ഡ്യൂട്ടി ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ചുള്ള ഗുരുതരമായ ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് 3 ഉദ്യോഗസ്ഥരെ പുറത്താക്കാൻ നിർദ്ദേശം നൽകിയത്. 10 ദിവസത്തിനകം നടപടിയിൽ വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം. ജീവനക്കാർക്ക് മതിയായ വിശ്രമം നൽകുന്നില്ലെന്ന് DGCA നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇക്കഴിഞ്ഞ മെയ് 16, 17 തീയതികളിലായി ബംഗളൂരിൽ നിന്ന് ലണ്ടനിലേക്ക് സർവീസ് നടത്തുന്ന വിമാനത്തിലെ പൈലറ്റുമാരെ 10 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിച്ചതായി കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യയുടെ അക്കൗണ്ടബിൾ മാനേജർക്ക് DGCA കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. വീഴ്ചകൾ ആവർത്തിച്ചാൽ ഓപ്പറേറ്റർ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നും DGCA വ്യക്തമാക്കി.
പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളം ഒരു കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് തിരിച്ചുവിടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സിന്ധു നദീജല കരാർ ഇന്ത്യ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ലെന്നും പാകിസ്ഥാൻ വെള്ളം കിട്ടാതെ വലയുമെന്നും അമിത്ഷാ പറഞ്ഞു. അന്താരാഷ്ട്ര കരാറുകൾ റദ്ദാക്കാൻ ആർക്കും സാധിക്കില്ല, എന്നാൽ അത് മരവിപ്പിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട്. ഇന്ത്യക്ക് അവകാശപ്പെട്ട വെള്ളം ഞങ്ങൾ മാത്രം ഉപയോഗിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. ജമ്മുകശ്മീരിലെ പാവപ്പെട്ട ജനതയുടെ സമാധാനം തകർക്കാനും വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച തടയാനുമാണ് ശത്രുക്കൾ ശ്രമിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ എന്ത് ചെയ്താലും കടുത്ത തിരിച്ചടി ഉണ്ടായിരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി സവാദിനെ കോടതിയിൽ ഹാജരാക്കി. തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത്. ഈ മാസം 14-ന് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ യുവതിയോട് ഇയാൾ അപമര്യാദയായി പെരുമാറിയെന്നാണ് കേസ്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 14-നായിരുന്നു സംഭവം. മലപ്പുറത്തേക്കുള്ള യാത്രയ്ക്കിടെ ബസ്സിൽ വെച്ച് ഇയാൾ യുവതിക്ക് നേരെ ലൈംഗിക പ്രദർശനം നടത്തുകയായിരുന്നു. തുടർന്ന് തൃശൂരിൽ ബസ്സിറങ്ങിയ യുവതി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 2023-ൽ സമാനമായ കേസിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു. അന്ന് നെടുമ്പാശ്ശേരിയിൽ KSRTC ബസ്സിൽ സഞ്ചരിക്കവേ തൊട്ടടുത്തിരുന്ന നടിയും മോഡലുമായ യുവതിക്ക് നേരെയും ഇയാൾ സമാനമായ രീതിയിൽ ലൈംഗികാതിക്രമം നടത്തിയിരുന്നു. തുടർന്ന് യുവതി സംഭവം മൊബൈലിൽ ചിത്രീകരിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പിടിക്കപ്പെട്ടപ്പോൾ ഇറങ്ങിയോടാൻ ശ്രമിച്ച സവാദിനെ കണ്ടക്ടർ പിടികൂടുകയായിരുന്നു. സംഭവത്തിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ സവാദിന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംഘടനയുടെ നേതൃത്വത്തിൽ പൂമാലയിട്ട് സ്വീകരണം നൽകിയ സംഭവം ഏറെ വിവാദമായിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. കുറ്റ്യാടിയിൽ രാസലഹരി നൽകി പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. KPCC നിർവാഹക സമിതി അംഗം റജിൽ മാക്കുറ്റി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സംസ്ഥാന പാത ഉപരോധിച്ച പ്രവർത്തകരെ നേതാക്കളെത്തി അനുനയിപ്പിച്ചതോടെയാണ് സംഘർഷാവസ്ഥ അവസാനിച്ചത്. കൊല്ലം കൊട്ടിയത്ത് MDMA-യുമായി യുവതി ഉൾപ്പെടെ 7 പേർ പിടിയിൽ. 2.3 ഗ്രാം MDMA-യുമായാണ് പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം സ്വദേശികളായ 4 പേരും കൊല്ലം സ്വദേശികളായ 3 പേരുമാണ് പിടിയിലായത്. പ്രതികളിൽ ചിലർ നേരത്തെയും ലഹരി കേസുകളിൽ ഉൾപ്പെട്ടവരാണ്. കണ്ണൂർ കായലോട് ആൾക്കൂട്ട വിചാരണയ്ക്ക് പിന്നാലെ ആത്മഹത്യ ചെയ്ത റസീനയുടെ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. പിണറായി പോലീസ് സ്റ്റേഷനിലാണ് റസീനയുടെ സുഹൃത്തായ റഹീസ് ഹാജരായത്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ്. സദാചാര ആക്രമണത്തെ തുടർന്നാണ് യുവതി ജീവനൊടുക്കിയതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. സംഭവത്തിൽ റഹീസിന്റെ മൊഴി നിർണായകമാകും. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. റസീന സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ 3 ബൈക്കുകളിൽ എത്തിയ പ്രതികൾ ഭീഷണിപ്പെടുത്തുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്തതായി റസീനയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ വിശദമായിട്ടുണ്ടെന്ന് അന്വേഷണ സംഘവും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം SDPI ഓഫീസിനുള്ളിലെ വിചാരണ വീഡിയോ പുറത്തുവന്ന സംഭവത്തിൽ ദുരൂഹതയേറുന്നു. സംഭവത്തിൽ SDPI പ്രവർത്തകരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി 2 നാൾ മാത്രമാണ് ബാക്കി. സ്ഥാനാർത്ഥികളെ പോലെ തന്നെ നിലമ്പൂരിലെ ജനങ്ങളും കൂട്ടിയും കിഴിച്ചുമുള്ള കണക്കുകൂട്ടലിലാണ്. നിലമ്പൂർ ആർക്കൊപ്പമെന്നറിയാൻ ഈ വരുന്ന 23 വരെ കാത്തിരിക്കണം. അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം ഒന്ന് തേടാം. ചേട്ടാ, നിലമ്പൂരിൽ വോട്ട് പെട്ടിയിലായി. എന്താണ് ഇപ്പോൾ നിലവിലൊരവസ്ഥ? എങ്ങനെയായിരിക്കും നിലമ്പൂരിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ബാപ്പുട്ടിക്കാനെ മനസ്സിലായോ? നമ്മളിവിടെ ബാപ്പുട്ടിക്കാന്ന് പറയുക. ആര്യയുടെ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും. അപ്പോൾ ഇത്തവണ മണ്ഡലം UDF തിരിച്ചു പിടിക്കും? തീർച്ചയായിട്ടും, യാതൊരു സംശയം വേണ്ട അതിൽ. ചേട്ടാ, ഇത്തവണ നിലമ്പൂർ മണ്ഡലം ആര് പിടിക്കും? സ്വരാജ്. അതിനപ്പുറം ഒരു ഇതില്ല. വികസനത്തിൻ്റെ ഭരണ വിരുദ്ധതയൊന്നും ഇവിടെ ആവില്ല. ഇവിടെ കണ്ട സ്കൂള്, റോഡ്, പിന്നെ ആശുപത്രി, എന്ത് സംഗതികളിലും ഇതുള്ളതാണ്. പിന്നെ സ്വരാജ് എന്നുള്ളതും പാർട്ടി ചിഹ്നം എന്നുള്ളതിലും ഉജ്ജ്വലമായി പ്രവർത്തകർ വർക്ക് ചെയ്തതിൻ്റെ ഇതും ഫലം തിങ്കളാഴ്ച കാണും. ചേട്ടാ, ഇത്തവണ എങ്ങനെയായിരിക്കും നിലമ്പൂരിലെ ജനവിധി? ഇപ്രാവശ്യം ഇവിടെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ആര്യയുടെ ഷൗക്കത്ത് ഒരു 15-20 ഉള്ളിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും.
കാരണം ഇവിടെ എന്താ വെച്ചാൽ ഒരുപാട് പദ്ധതികൾ ഇവിടെ നഗരസഭയുടെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്തും പിന്നെ നഗരസഭേൻ്റെ ചെയർമാനായിട്ടും പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴും നഗരസഭയുടെ ചെയർമാനായിരിക്കുമ്പോഴും ഒരുപാട് പദ്ധതികൾ ഷോക്കത്ത് കൊടുത്തിരിക്കുന്നു. ആരായിരിക്കും നിലമ്പൂരിൽ ഇത്തവണ? അത് ഉറപ്പിക്കാൻ വയ്യ, പ്രവചിക്കാൻ വയ്യ. തുല്യാണ് UDF LDF ഏകദേശം. 23-ന് ആർക്കായിരിക്കും അനുകൂലമായിട്ടുള്ള വിധി വരുന്നത്? ഈ അനുകൂലമായിട്ടുള്ള വിധി വരാൻ ജനങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആര് ജയിച്ചാലും ആര് തോറ്റാലും ഭരണത്തിൽ ആരിരുന്നാലും ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ളൊരു ഭരണം നിലമ്പൂരിൽ ആര് MLA ആയി വന്നാലും ശരി നല്ലൊരു ഭരണം കാഴ്ചവെക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തവണ നിലമ്പൂർ ആര് പിടിക്കും? പ്രാവശ്യം നിലമ്പൂർ LDF പിടിക്കും. ഉറപ്പാണോ? സ്വരാജ്. എന്താ കാരണം? എന്താ കാരണം എന്ന് വെച്ചാൽ സ്വരാജ് നല്ലൊരു വ്യക്തിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് സ്വരാജ് ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. വ്യക്തമായൊരു മറുപടി നൽകാൻ നിലമ്പൂരുകാർക്ക് കഴിയുന്നില്ല. കാരണം ഇവിടെ മത്സരം അത്ര ശക്തമാണ്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, നിലമ്പൂർ. നിലമ്പൂരിൽ ഒരേ സമയം പ്രതീക്ഷയിലും ആശങ്കയിലുമാണ് മുന്നണികൾ. വാശിയേറിയ പ്രചാരണത്തിനൊടുവിൽ നടന്ന വോട്ടെടുപ്പിൽ ജനമനസ് കൃത്യമായി നിർവചിക്കാൻ മുന്നണികൾക്കാകുന്നില്ല. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന് UDF പ്രതീക്ഷിക്കുമ്പോൾ നേരിയ വോട്ടിന് നിലമ്പൂർ നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് LDF. വിവാദങ്ങളും വികസനവുമെല്ലാം ഏറെ ചർച്ചയായ നിലമ്പൂരിൽ ജനമനസ് ആർക്കൊപ്പം നിൽക്കുമെന്ന ആശങ്കയിലാണ് മുന്നണികൾ. പ്രചാരണത്തിന്റെ തുടക്കം മുതലുണ്ടായ മേൽക്കൈ വോട്ടെടുപ്പിലും പ്രകടമാണെന്നാണ് UDF വിലയിരുത്തൽ. കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 10,000-ത്തിനു മേൽ ഭൂരിപക്ഷം UDF പ്രതീക്ഷിക്കുന്നു. മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ കൃത്യമായി UDFിൽ തന്നെ വീഴ്ത്താനായി എന്നതും കോൺഗ്രസിന്റെ അകത്ത പ്രശ്നങ്ങൾ വോട്ടെടുപ്പിൽ ബാധിച്ചിട്ടില്ലെന്നുമാണ് വിലയിരുത്തൽ. എന്നാൽ ഇടതുപക്ഷം കോൺഗ്രസിലെ പ്രശ്നങ്ങളിലും അൻവർ പിടിക്കുന്ന വോട്ടിലുമാണ് പ്രതീക്ഷയർപ്പിക്കുന്നത്. PV അൻവർ കൂടുതലായി പിടിക്കുന്ന ഓരോ വോട്ടും UDFിന്റെ സാധ്യത ഇല്ലാതാക്കും എന്നാണ് ഇടതു പ്രതീക്ഷ. എന്നാൽ നേരത്തെ 75,000 വോട്ട് നേടി വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ച PV അൻവർ UDF ജയിക്കുമെന്ന സൂചനയാണ് അവസാനം പങ്കുവയ്ക്കുന്നത്. പിണറായിസത്തിന്റെ തകർച്ച ആരംഭിക്കുന്ന നിലമ്പൂരിൽ തന്നെയാണ്. വലിയ രീതിയിലുള്ള വോട്ട് ഈ ഘട്ടത്തിൽ CPM-ൽ നിന്ന് തന്നെയാണ് വരാൻ പോകുന്നത്. അവിടെ 2 പിണറായിമാരാണല്ലോ ഉള്ളത്. ഒന്ന് തെളിഞ്ഞ പിണറായി, ഒന്ന് ഒളിഞ്ഞ പിണറായിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും തെളിഞ്ഞ പിണറായി തോൽക്കണം. എൻ്റെ പോരാട്ടം പിണറായിസത്തിനെതിരാണല്ലോ. എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെളിഞ്ഞ പിണറായി തോൽക്കണം. അല്ല, സ്വാഭാവികമായിട്ടും അപ്പോൾ വരുന്ന UDF സ്ഥാനാർത്ഥിയാവുമല്ലോ. ഈ ഒളിഞ്ഞ പിണറായി ജയിക്കും. അപ്പോൾ ജയിച്ചോട്ടെ. തെളിഞ്ഞ പിണറായി ജയിക്കുന്നതിനേക്കാളും നല്ലത് ഒളിഞ്ഞ പിണറായി ജയിക്കുന്നതല്ലേ. അതേസമയം NDA മലയോര മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ നേടി ശക്തമായ സാന്നിധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ്. അമൃത ന്യൂസ്, മലപ്പുറം.